മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഹാലക്ഷ്മി മരിച്ചു എന്ന് തെറ്റിദ്ധരിച്ച് മേഘനാണെങ്കിൽ സീമന്തിനിയോടും പ്രതാപനോടൊക്കെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ച് അവരെ എല്ലാം സന്തോഷിപ്പിക്കുന്നുണ്ട്. എന്നാൽ സീമന്തിനിയുടെയും മേഘൻ്റെ സന്തോഷം കണ്ടിട്ട് മഹാലക്ഷ്മി മരിച്ചു എന്ന് തെറ്റിദ്ധരിച്ച് മഞ്ജു വല്ലാതെ വിഷമിക്കുന്നുണ്ട്. മാത്രമല്ല അപ്പോഴും തന്നെ മഹാലക്ഷ്മിയെ വിളിച്ച് നോക്കുന്നു. മഹാലക്ഷ്മി ആണെങ്കിൽ കോൾ എടുക്കുന്നു. ഏട്ടത്തിക്ക് യാതൊന്നും പറ്റിയില്ലല്ലോ, എനിക്കെന്തെങ്കിലും അപകടം പറ്റുമെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് മഹാലക്ഷ്മി ചോദിക്കുമ്പോൾ അതൊന്നുമല്ല, ഏട്ടത്തിക്ക് യാതൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്നറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണെന്ന് പറഞ്ഞ് നൈസായിട്ടും കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ സീമന്തിനി സന്തോഷത്തോടെ മേലേക്ക് കയറി വരുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, നിങ്ങളുടെ മകന് ബുദ്ധിയില്ല, വിവരമില്ല, അയാൾ ഏതോ ഒരു സ്വപ്ന ലോകത്താണ് ഇപ്പോൾ ജീവിക്കുന്നത്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കാണിക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറയുമ്പോൾ നിനക്കിതെന്ത് പറ്റി, അവൻ എന്ത് ചെയ്താലും നീ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും, അവനൊരു എൻജിനീയർ ആയിരുന്നെന്നുള്ള കാര്യം മറക്കണ്ട എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, എൻജിനീയർ ആക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് കൊടുത്ത് അഡ്മിഷൻ മേടിച്ചത് കണ്ണേട്ടനല്ലേ, കണ്ണേട്ടന് എൻജിനീയറിംഗ് ഒന്നും പഠിക്കണ്ട, പക്ഷേ തലയ്ക്ക് വിവരമുണ്ട്, കണ്ണേട്ടൻ്റെ അരയ്ക്ക് താഴെ തളർന്നിട്ടുള്ളൂ, ഇവിടെ ഉള്ളവരുടെ അരയ്ക്ക് മേലോട്ടാണ് തളർന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുത്തുവാക്ക് പറയുമ്പോൾ സീമന്തിനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും മഹാലക്ഷ്മി മരിച്ചിട്ടുണ്ടെങ്കിൽ ഇവളോട് അല്പം സ്നേഹത്തിൽ നിൽക്കുന്നതാണ് ബുദ്ധി എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് മഞ്ജുവിനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും മഞ്ജു വീണ്ടും കുത്തുവാക്ക് പറഞ്ഞു പോകുന്നു. അതേസമയം മഹാലക്ഷ്മി മരിച്ചുവെങ്കിൽ തനിക്ക് നേരി കാണണം, മഹാലക്ഷ്മി മരിച്ചു എന്നെല്ലാം നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പ്രേതനാടകം കളിച്ചപ്പോഴത്തേക്കും പൂജാരി വന്ന് കളം വരച്ച് മഹാലക്ഷ്മിയുടെ ആത്മാവിനെ തിരിച്ച് പറഞ്ഞേക്കാൻ കർമ്മങ്ങൾ ചെയ്ത ആ സമയത്ത് പോലും മോഹിനി നമ്മളെയൊക്കെ കളിയാക്കി ചിരിച്ചുകൊണ്ടേയിരുന്നതാ. മഹാലക്ഷ്മിയുടെ മരണം അവൾ സ്നേഹിക്കുന്നവർ കണ്ട് വിഷമിക്കുന്ന ആ സമയത്ത് എനിക്ക് മനസ്സറിഞ്ഞൊന്ന് ചിരിക്കണം. എന്തായാലും നമ്മൾ പരാജയപ്പെട്ടു. ആ സ്ഥാനത്താ ഉണ്ണി അച്ഛനും കൂടി കാര്യം നടപ്പാക്കിയിരിക്കുന്നത്, അവരെ സമ്മതിക്കണം. അന്നേരം പ്രതാപനും പറയുന്നു, നീ വിചാരിക്കുന്ന ഒരാളെ അല്ല നിൻ്റെ അച്ഛൻ, എന്ത് വിചാരിച്ചാലും അത് നടപ്പാക്കുന്നത് വരെ അയാൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. മഹാലക്ഷ്മിയെ കൊന്നു തള്ളണമെന്ന് അയാൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കിയിട്ടേ പിന്തിരിയൂ. നമ്മളൊക്കെ ഇനി വേണ്ട എന്ന് വിചാരിച്ച് മാറി നിന്നാലും നിൻ്റെ അച്ഛൻ വിട്ടുമാറില്ല എന്നൊക്കെ പറയുമ്പം മേഘൻ എന്തോ അഭിമാനം തോന്നുന്നതായിട്ടൊക്കെ കാണിക്കുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ഹോസ്പിറ്റലിലെത്തി കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് വീണ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്നില്ലേ, അതാരാ, എവിടെ കിടക്കുന്നു എന്ന് ചോദിക്കുമ്പം നേഴ്സ് പറയുന്നുണ്ട്, ആ ആൾ തന്നെയാണ് ഈ കിടക്കുന്നത്. അങ്ങനെ ആളെ നോക്കുന്നതും മേഘൻ്റെയും പ്രതാപൻ്റെയും ജീവൻ പോയെന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ മഹാലക്ഷ്മി മരിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞ ആ നിമിഷം ഉണ്ടായ ഞെട്ടലിനേക്കാളും വലിയ ഞെട്ടലാണ് ഇപ്പോൾ അവർക്കുണ്ടായിരിക്കുന്നത്. അതായത് ജീവശവമായിട്ട് കിടക്കുന്നത് മറ്റാരുമല്ല, മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് ശ്രമിച്ച വാമദേവൻ തന്നെയാണ്, മേഘൻ്റെ അച്ഛനും പ്രതാപൻ്റെ ഉറ്റ സുഹൃത്തും. കാറി വന്നുകൊണ്ടിരുന്നപ്പോഴും പ്രതാപൻ മേഘനോട് പറഞ്ഞത് ഇതേ ഉള്ളൂ, മഹാലക്ഷ്മിക്ക് ആപത്തൊന്നും പറ്റിയിട്ടില്ല, ജീവനോടെ ഉണ്ടെങ്കിൽ പോലും ആ കണ്ണനെ പോലെ വീൽചെയറിലിരുന്ന് നിരങ്ങുവാണെങ്കിൽ അത്രയും സന്തോഷം എന്ന് പറഞ്ഞ് വന്നിട്ട് ഇപ്പം വാമദേവനാണ് ആ സിറ്റുവേഷനിൽ കിടക്കുന്നതെന്ന് അറിഞ്ഞ് അവർ രണ്ടാളും ഞെട്ടുന്നുണ്ട്. ആ അപകടത്തിൽ വാമദേവന് സാരമായിട്ടുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട്, ഇനി എണീറ്റ് നടക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ വൃക്കയ്ക്കും തകരാറ് പറ്റിയിട്ടുണ്ടെന്നൊക്കെ ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാനാകാതെ അമ്പരം നിൽക്കുവാണ്. സത്യമാണോ അതോ തനിക്ക് തോന്നുവാണോ എന്നൊക്കെ ഉള്ള രൂപത്തിൽ. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ വീണ്ടും ആഘോഷം തുടങ്ങി. അതായത് കമലേശ്വരം തറവാട്ടി മഹാലക്ഷ്മി മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ദുർഗാമ്മയും കരുണയും സന്തോഷിച്ച് നിൽക്കുന്ന ആ സമയത്താണ് കണ്ണനും മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. തട്ടുപൊളിഞ്ഞ് വീണ് മഹാലക്ഷ്മിക്ക് അപകടം പറ്റിയെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുവാണ് രണ്ടാളും. ശരിക്കും പറഞ്ഞാൽ കണ്ണനാണ് ആദ്യം കയറി വരുന്നത്. അന്നേരം ആണെങ്കിൽ ഉണ്ണി മേഘനെ വിളിച്ച് പറഞ്ഞിരുന്നുവല്ലോ, തട്ടുപൊളിഞ്ഞ് വീണു എന്ന് പറഞ്ഞ് കേട്ടതും കേൾക്കാത്ത പാതിയും മേഘനാണെങ്കിൽ എല്ലാവരെയും കാര്യം വിളിച്ചറിയിച്ച് മഹാലക്ഷ്മിയുടെ ഡെഡ് ബോഡി കൊണ്ടുവരുന്നതിനായിട്ട് കാത്തിരിക്കുവാണ്. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് കണ്ണൻ കയറി വരുന്നത്. മോനെ, നീ ഹോസ്പിറ്റലിൽ പോയില്ലേ, മഹാലക്ഷ്മിക്ക് അപകടം ഉണ്ടായെന്നൊക്കെ മേഘൻ വിളിച്ചു പറഞ്ഞിരുന്നുവല്ലോ. അത് കേട്ടുകൊണ്ടുവന്ന മഹാലക്ഷ്മി പറയുന്നു, തട്ടിൻ്റെ മേളിൽ നിന്ന് വീണത് ആരാണെന്ന് അറിയണ്ടേ, അമ്മയുടെ സ്വന്തം ആങ്ങള. മഹാലക്ഷ്മിയെ കണ്ടതും അവർ രണ്ടാളും ഞെട്ടിയിരിക്കുമ്പോഴാണ് സ്വന്തം ആങ്ങളയ്ക്ക് അപകടം ഉണ്ടായെന്നുള്ള വാർത്തയും കൂടി കേൾക്കുന്നത്. കരുണയുടെയും ദുർഗാമ്മയുടെയും സന്തോഷം എല്ലാം അവിടെ അവസാനിക്കുന്നു എന്ന് മാത്രമല്ല, കണ്ണനോട് ദുർഗാമ്മ ചോദിക്കുന്നു, ഇവള് പറയുന്നതൊക്കെ സത്യമാണോ കണ്ണ, സത്യമാണോ അല്ലയോ എന്നറിയണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്നാൽ മതി, ഉണ്ണിയാണ് അമ്മാവനെ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്, ക്രിട്ടിക്കലാണെന്ന് ആരോ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിക്കും യാതൊരു വിഷമവും ഇല്ലാത്ത രൂപത്തിൽ അകത്തേക്ക് കയറിപ്പോകുന്ന സമയത്ത് ദുർഗാമ്മയ്ക്കും കരുണയ്ക്കും വല്ലാത്ത വിഷമവും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അവൾക്കായി വെക്കുന്ന കെണിയെല്ലാം നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു വരുന്നത് എന്താ അമ്മ,
ഉണ്ണിയേട്ടൻ രാവിലെ ഓരോന്നും പറഞ്ഞുവെങ്കിലും ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ മേഘേട്ടൻ വിളിച്ചു പറഞ്ഞപ്പം എനിക്ക് അല്പം സന്തോഷമൊക്കെ ആയതായിരുന്നു. അതും തീർന്നു കിട്ടി. പാമേട്ടൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്കൊരു സമാധാനമില്ല. എത്രയും പെട്ടെന്ന് ഞാനൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോട്ടെ മോളെ. അങ്ങനെ മഹാലക്ഷ്മിയുടെ മരണവാർത്ത കേൾക്കാൻ ആഗ്രഹിച്ച അവരെ തേടി വലിയൊരു ദുരന്ത വാർത്ത എത്തിയിരിക്കുന്നു. അതോടെ അവരുടെ എല്ലാ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, വാമദേവനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞോടുന്നുണ്ട് ദുർഗയും കരുണയും. എന്തായാലും പ്രേതമായി വന്ന് മഹാലക്ഷ്മി എല്ലാവരെയും വിരട്ടിയതിനേക്കായും നല്ലൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ വാമദേവന് കിട്ടിയിരിക്കുന്നത്. അടുത്തതിനി കരുണയ്ക്കും ഉണ്ണിക്കും മേഘനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമാകും പ്രേക്ഷകർക്ക്. അപ്പോൾ കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.